നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള തിന്മയെ, അനർത്ഥത്തെ, തകർച്ചയെ, ദുർമരണത്തെ ദൈവത്തിന്റെ വാക്ക് കേട്ട് നടക്കുന്നവന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ ദൈവം തടഞ്ഞു വെക്കും. ബൈബിൾ എടുത്തേ, പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചേ. ഇസ്രായേൽക്കാർ കടലിനു നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അടുത്തത്, അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. വെള്ളം എങ്ങനെ ചുമ്മാ അങ്ങനെ മതിൽ പോലെ നിൽക്കുവോ? ഇതങ്ങോട്ട് മറിഞ്ഞ് അവരുടെ തലയിലോട്ട് വീണ് എല്ലാം തകർന്നു പോകേണ്ടതാ. ഇത് വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല, ഇത് ആരുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവം തടഞ്ഞു നിർത്തിയേ? ദൈവത്തിന്റെ വാക്കുകേട്ട് ഇറങ്ങി പുറപ്പെട്ട ജനത്തിന്റെ മേൽ ഒന്നും വരാതിരിക്കാൻ ദൈവം വെള്ളത്തെ പോലും ഇങ്ങനെ തടഞ്ഞു വച്ചു. ആമേൻ. ഇത് വിശ്വസിക്ക്. ഇത് മഴക്കാലമാ. ഒരു പകർച്ചവ്യാധി നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ, ഒരു നഷ്ടവും വരാതിരിക്കാൻ, ഒരു ആപത്തോ അനർത്ഥമോ ദുർമരണമോ മാരക രോഗ, ക്യാൻസർ പോലുള്ള മാരക രോഗപീഠകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ദൈവം തടഞ്ഞു വയ്ക്കും. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. കർത്താവേ, ഞങ്ങളും വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തകർച്ചയും, ഒരു നഷ്ടവും, ഒരു അപകടവും, ഒരു പരാജയവും വരാതിരിക്കാൻ തടഞ്ഞ ആരെല്ലാം മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രപ്രയോഗമോ ശാപമോ പ്രാക്കോ നേർച്ച കാഴ്ചകളോ നമുക്കെതിരെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതത്തിലേക്ക് അതൊന്നും വന്ന് ഒരിടുത്തി പോലെ വരാതിരിക്കാൻ ദൈവത്തിൻ്റെ കരം ചിലതിനെ തടഞ്ഞു നിർത്തും. ആമേൻ.